ഹലോ നമസ്കാരം. നമ്മളുടെ അടുത്ത ആഴ്ചയിലെ പവിത്രത്തിൻ്റെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ പവിത്രം ത്തിൻ്റെ കഥയിൽ എങ്ങനെ വെച്ചാൽ വീട് ഇപ്പോൾ ഇടിച്ചു പൊളിക്കാൻ വേണ്ടി JCBയും പരിവാരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. മറ്റേ നമ്മുടെ വാസവൻ്റെ വാക്ക് കേട്ടിട്ട് JCBയും അതുപോലെ ബാങ്ക് മാനേജർമാരും പോലീസും ഒക്കെ ഉണ്ട്. അവർ വീട് പൊളിച്ചേ പോകൂ എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വേദിയും നന്ദിനിയും ശ്രീജയും കൂടി കൈയും കുറച്ച് നിൽക്കുക. പൊളിക്കണമെങ്കിൽ ഞങ്ങളെ കൊന്നിട്ട് ആദ്യം പൊളിക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സംഘർഷഭരിതമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മളുടെ പവിത്രം ഇന്നിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇന്നത്തെ സ്റ്റോറിയിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് അയൽവക്കക്കാരും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കും, ഇതെന്താ ഇത് ആളുകൾ താമസിക്കുന്ന വീട് JCB വെച്ച് പൊളിക്കുക, ഇതെന്താ ഇത് കഥ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നിവിടെ നടക്കാൻ പോകില്ല പറയുമ്പോഴേക്കും മറ്റേ എന്താണ് ഷിബു പോയിട്ട് ചീത്ത പറയുന്നത്, അതായത് പോലീസ് SI പോയിട്ട് ചീത്ത പറയുന്നുണ്ട്. മര്യാദയ്ക്ക് നിന്നാൽ മര്യാദയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളിങ്ങനെ ഭീഷണിപ്പെടുത്താണ് അയൽവക്കക്കാരെ കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ടല്ലോ, നിങ്ങളൊന്നും പറയണ്ട, അവരെന്താ വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയും. അതാണെന്ന് അറിയും. അങ്ങനെ JCB പൊളിക്കടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ കുട്ടികൾ മൂന്നാളും പോയി നിരന്ന് നിന്നിട്ട് പൊളിക്കുകയാണെങ്കിൽ പൊളിക്കട്ടെ, ഞങ്ങളെ കൊന്നിട്ടേ പറ്റുമെന്നും പറഞ്ഞ് നിൽക്കുമ്പോഴൊക്കെയാണ് ആരുടെ ആഗമനം, MLAയുടെ ആഗമനം. അയാളും അയാളുടെ പരിവാളങ്ങൾ ഓടിപ്പാഞ്ഞ് വരികയാണ്. കാരണം മതിലിൻ്റെ മുകളിൽ നിന്ന് ഒരു കല്ല് വീണ വിക്രം എന്താ ചെയ്യാന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അയാൾ ഓടിയെത്തുന്നുണ്ട്. പൊളിക്കണ്ടെന്നും പറഞ്ഞിട്ട് ഓടിക്കുന്നത്. പെട്ടെന്നത് പൊളിക്കരുത് തടഞ്ഞ് നിർത്തുകയാണ്. അയാൾ പൊളിക്കരുതെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ വിക്രം നല്ല ഒന്നാന്തരം പണിയാണ് കൊടുക്കുന്നത്. അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പണി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ വിക്രം. ഒന്നുമല്ല, ആദ്യം ഹോസ്പിറ്റലിൽ കിടക്കുന്ന മകൻ്റെ മാസ്ക് എടുത്ത് മാറ്റി ഡ്രിപ്പ് ഇട്ടതൊക്കെ അവർ ഇതാക്കി എല്ലാം, അതേപോലെ പിന്നെ അതുപോലെ BP നോക്കുന്ന എല്ലാം മെഷീനറീസൊക്കെ എടുത്തിട്ടിട്ട് ആണ് മറ്റേ വാസവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ആ ഹോസ്പിറ്റലിലെത്തി അതൊക്കെ സെറ്റാക്കി വരുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഫോൺ വരുമ്പോൾ എന്താണ്, വിക്രം അമ്മയും മോളെയും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അയാൾക്ക് അറിയണില്ല. കാരണം ഈ പയ്യന് അസുഖം കൂടുതലാണെന്ന് എന്തോ പറഞ്ഞിട്ടാണ് ഈ വിക്രത്തിൻ്റെ ആളുകൾ പോയിട്ട് അവരെ കൂട്ടിയിട്ട് വരുന്നത് കേട്ടോ. അവരെ കൂട്ടിയും കൊണ്ട് വരുന്നുണ്ട്, ഗുണ്ടകൾ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇവർ വീട്ടിലുള്ള പെണ്ണുങ്ങളെന്ന് വിചാരിച്ചു ഇയാളുടെ ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ കൂടെ പോകുന്നതും. അങ്ങനെയാണ് അങ്ങനെ നമ്മുടെ വിക്രം ഈ MLA ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെയാണ് അയാൾ ആ